ശ്യാംരാജ്, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായത്. കരൾ സംഘത്തിന് നേരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ിച്ചിട്ട് ചോര കുടിക്കാൻ ചെന്നായിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മുട്ടനാടിനെ രാത്രിയിൽ പോയിട്ട് ആക്രമിച്ചിട്ട് ചോര കുടിക്കുകയും ചെയ്തിട്ട് മറ്റു മുട്ടനാടുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ ആ വീഡിയോ ഇന്നിപ്പോൾ ജനത്തിന്റെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിച്ച വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത്. ഇടതുപക്ഷത്തിനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കൊച്ചു കുട്ടികൾ, ഞാനത് കണ്ടത്, അതിനകത്ത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടത്, ഒരു അമ്മ ഒരു കൊച്ചു കുട്ടിയെ കയ്യിലെടുത്ത് വെച്ചിട്ട് വിലപിക്കുകയാണ്. അത് വിലപിക്കുകയാണ്. അത് എനിക്ക് സത്യത്തിൽ ക്രിസ്മസ് ദിനത്തിൽ തന്നെ അങ്ങനെ കാണേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് വളരെ ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാരീച്ചാതിയില് മക്കളെ കൊന്നിട്ട് അമ്മയെ കൊണ്ട് ആ മക്കളുടെ ചോര കലർത്തിയ ചുടുചോറ് വാരി തീറ്റിച്ച അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതേ CPM ഗുണ്ടാ സംഘത്തിന് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ഞാൻ പറയുന്നത്, കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇവരുടെ ഈ ക്രൂരത, ഇവരുടെ യഥാർത്ഥ ഫാസിസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ, ആ കൂട്ടക്കൊലകളുടെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്നലെ രാത്രിയില് ഈ ആലപ്പുഴയിൽ ഞാൻ ചാരുമൂട് കണ്ടിട്ടുള്ളത്. കാരണം ഇത് അവർക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും. ശബരാജ്, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈ അതിക്രമം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും മുഖം രക്ഷിക്കാനുള്ള നടപടി. പക്ഷേ ഈ അതിക്രമത്തിന് ഇരകളാക്കപ്പെട്ടവരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പക്ഷപാതപരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. നീതി പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? അല്ല, കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്നേ. കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഗുണ്ടായസ് അതിപ്പോ കേരളത്തിൽ ഇത്രമാത്രം മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുക കരോൾ സംഘം ഡിവൈഎഫ്ഐക്കാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ വാർത്ത വരും. ആ കരോൾ സംഘത്തിനെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ട് പിണറായി അല്ല, അന്നത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണോ അയാൾ പിടിച്ചിട്ട് ജയിലിലിടും. ഇവർ നുണകൾക്ക് മേലെ നുണകൾ പടച്ചുണ്ടാക്കുന്ന ഏതു തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു അക്രമം നടത്താൻ മടിയില്ലാത്ത ഒരു ഫാസിസ്റ്റ് സംഘടന തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു സംശയം വേണ്ട. ഇത് ഇവിടെ മാത്രമല്ല, ഇത് ചാരുമൂട് മാത്രമല്ല. എനിക്കൊന്ന് 2019 കോട്ടയത്ത് പത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് 6 ദിവസമാണ് കരോൾ സംഘത്തെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചിട്ട് പള്ളിയിൽ അഭയം തേടേണ്ടി വന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ആ സമയത്ത് വേണ്ടത്ര ചർച്ചയായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കോട്ടയത്തെ പത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് 2019 ഇതേ ഡിവൈഎഫ്ഐ ഗുണ്ടകള് ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചിട്ട് 6 ദിവസം പള്ളിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന കരോൾ സംഘത്തിന് അവസാനം ഇവരെങ്ങനെ പുറത്തിറങ്ങിയെന്നറിയോ? സാക്ഷര കേരളത്തില്, സാംസ്കാരിക കേരളത്തില്, പ്രബുദ്ധ കേരളത്തില് സബ് കളക്ടർ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ചർച്ച നടത്തി, നിങ്ങൾ ഭയക്കേണ്ട, നിങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് സബ് കളക്ടർ ഇവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകേണ്ട ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ആര്? ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് അന്നും ഇന്നും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം. ഈ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്കുള്ള ഈ ക്രൂര വിനോദ ബോക്കോ ഹറാമിനെ പോലെ ഒക്കെ തീവ്രവാദ സംഘടനകളെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിയണം. അത് അല്ലെങ്കിൽ ഇതിലും വലിയ ക്രൂരതകൾ ഇവർ ചെയ്യും. ഇതിപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഓരോ ആളുകളുടെയും കയ്യിൽ ഈ മൊബൈൽ ഫോണും ഒക്കെ ഉള്ള സമയത്താണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും? അപ്പൊ ഈ അക്രമി സംഘത്തെ, ഈ ഫാസിസ്റ്റ് സംഘത്തെ ജനങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ്. അവരെ ഇവിടെ നിന്നിട്ട് ജനാധിപത്യത്തിന്റെ രീതിയിൽ ആട്ടി ഓടിച്ചില്ലെങ്കിൽ ഇനിയും വലിയ ആക്രമണങ്ങളൂടെ ഉണ്ടാവുന്നേ. ഇത് ഇപ്പോഴും നമ്മൾ ഇത്തരം 1-2 കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ സർക്കാർ കൂടി സപ്പോർട്ടും കൂടെ ചെയ്യുന്നു. അവിടെയാണ് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടാ സംഘങ്ങളെ, ഇപ്പോ ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് ഒഴിവായി പോകുന്ന എങ്ങനെയാണെന്നറിയില്ല, അവിടുത്തെ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ബൈക്കുകളിൽ ഡിവൈഎഫ്ഐക്കാർക്ക് തോന്നുന്ന രീതിയിലുള്ള എല്ലാവിധ ക്രൂര വിനോദങ്ങളും അവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കരോൾ സംഘത്തെ രാത്രിയിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുന്നു. ആ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം കരോൾ സംഘത്തിനെതിരെ കേസെടുക്കുന്ന ഒരു അമ്മ, ഒരു പിഞ്ച് കുട്ടിയെ എടുത്തുകൊണ്ട് ക്രിസ്മസ് രാത്രിയിലത്തെ ഉണ്ണിയേശു ജനിച്ച ദിവസമാണ്. ആ ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണിയേശുവിനെ പോലെ ഒരു കുഞ്ഞിനെ ഒരു അമ്മ കയ്യിലെടുത്ത് വിലപിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം കാരണം ഉണ്ടായിരിക്കുകയാണ്. ഇത് കേരള ജനത തിരിച്ചറിയണം. കേരള ജനത തിരിച്ചറിഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തെ, ഇതിനകത്ത് മറ്റു വഴികളൊന്നുമില്ല, ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് തീവ്ര. വളരെയധികം നന്ദി ശ്രീ പി ശ്യാംരാജ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.